ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേക്ക് ടിപ്സ് കുക്കിംഗ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണിത്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ മുട്ടക്കറിക്ക് വേണ്ടി ഞാൻ ഇവിടെ 6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ആദ്യം തന്നെ എല്ലാം പൊട്ടിച്ചൊഴിക്കാം. ഇതിപ്പോൾ എല്ലാം പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സവാള ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പച്ചട്ടി എടുക്കാം. അത് ചൂടായി കഴിയുമ്പോഴേക്കും അതിലോട്ട് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് ഫ്രൈ ആവാനായിട്ട് സമയം കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. വീണ്ടും 2 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു ചീഞ്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ചേർക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം, ഗ്രേവിയിലോട്ട് ചേർക്കാനുള്ളതാണ്. കടലപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് തോന്നും. ഇപ്പോൾ 2 മിനിറ്റോളം നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനോ അല്ലെങ്കിൽ ചീഞ്ചട്ടിയോ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഒരു സവാള, മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇഞ്ചി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി സവാളയും കൂടി. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിക്കിട്ടിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടിയും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമാണ് ചേർക്കേണ്ടത്. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഒരു 2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 3 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട് അതിൻ്റെ ഗ്രേവി ഒക്കെ. നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്തെടുക്കാവുന്നതാണ്. ഇത്രയും തിക്നെസ് മതിയെങ്കിൽ അത് മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കിയാൽ പോകണം കേട്ടോ. ഇത് റൈസ്, അപ്പം, ചപ്പാത്തി, ഇടിയപ്പം എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.